ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സമ്മറിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അമാവിയെ സ്വന്തമാക്കിയത്. എന്നാൽ മിഖേൽ സ്റ്റാറയ്ക്ക് കീഴിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. കേവലം ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ തോമസും TG പുരുഷോത്തമനും അമാവിയയ്ക്ക് ഇപ്പോൾ അർഹമായ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. 3 മത്സരങ്ങൾ കളിക്കാൻ അമാവിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകനായ സോഹൻ പോഡർ നേരത്തെ അമാവിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ പങ്കുവച്ചിരുന്നു. മുഹമ്മദ് നസി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു റൂമർ. പക്ഷേ മാർക്കസ് മെർഗുലാവോ അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റൂമർ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഫൂട്ടി ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ ഇക്കാര്യം കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ലോൺ അടിസ്ഥാനത്തിൽ അമാവിയയെ സ്വന്തമാക്കാൻ വേണ്ടി മുഹമ്മദ് നസി ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പ്രതിനിധി ഇക്കാര്യം തങ്ങളോട് പറഞ്ഞു എന്നും ഇപ്പോൾ ഫൂട്ടി ഇന്ത്യ അവകാശപ്പെടുന്നുണ്ട്. ആ പ്രതിനിധിയുടെ വാക്കുകളായിക്കൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോൺ അടിസ്ഥാനത്തിലുള്ള നീക്കത്തിനായി മുഹമ്മദ് നസിയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. നിലവിൽ ഒന്നും തന്നെ ഉറപ്പിക്കാനായിട്ടില്ല. ഇതാണ് ആ പ്രതിനിധി ഫൂട്ടി ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ളത്. അതായത് അമാവിയയെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ വേണ്ടി മുഹമ്മദ് നസി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമാവിയ ക്ലബ്ബ് വിടുമോ, അതല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറാകുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ടീമിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ അമാവിയ പരിഗണിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. വളരെ പ്രതിഭാധനനായ ഒരു താരമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിടില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. മുഹമ്മദ് നസിക്ക് ഒരു തിരിച്ചുവരവ് അനിവാര്യമായ സമയമാണ് ഇത്. കാരണം ലീഗിൽ മോശം പ്രകടനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ജനുവരിയിൽ തന്നെ ഇതിനോടകം 2 താരങ്ങളെ അവർ സ്വന്തമാക്കി കഴിഞ്ഞു. കൂടുതൽ താരങ്ങളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ഈ കൊൽക്കത്തൻ ക്ലബ്ബ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.